ആദിച്ചേട്ടാ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും മെൽവിൻ ഇക്കാര്യം അറിയരുത്. ഞാനായിട്ട് പറയില്ല. കൃഷ്ണ സ്വയം സൂക്ഷിച്ചാ മതി. നല്ല കാര്യായിപ്പോയി. എവിടുന്ന് കിട്ടി ഇവളെ? താൻ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. ആളിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ താൻ സ്വയം അങ്ങ് ആയാ മതി. ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. പക്ഷേ നീ ഇന്ന് അപമാനപ്പെട്ടുവെങ്കിൽ അതിനൊരാളെ ഉത്തരവാദിയായിട്ടുള്ളൂ. അത് നീ തന്നെയാ. നീ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം കുമാറിനെ. ഈസ് എ ജെം ഓഫ് എ മാൻ. അത് നിനക്കും അറിയാം, എന്നേക്കാ കൂടുതൽ. അതുകൊണ്ടാണല്ലോ കമ്പനിയിൽ നമ്മുടെ ബോസ് ഉൾപ്പെടെ ഒട്ടേറെ പേർ നോട്ടം ഇട്ടിട്ടും അവരെ എല്ലാം അവഗണിച്ച് നീ കുമാറിനെ മാത്രം ഇഷ്ടപ്പെട്ടത്. ഇന്നലെ വരെ നിനക്ക് കുമാർ ദേവനും ഗന്ധർവനുമായിരുന്നു. വാക്കിലും നോക്കിലും ഇഷ്ടം മാത്രമുള്ള ഭാവി ഭർത്താവ്. ഇപ്പൊ മാത്രം എന്താ നിനക്കൊരു അനിഷ്ടം തോന്നാൻ? അയാൾ എന്താ ചെയ്തെന്ന് നിനക്ക് അറിഞ്ഞു. അയാള് ചെയ്തത് മാത്രമല്ല, നീയും ചെയ്തത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. നീ എന്താ സ്വന്തം കുറ്റം മാത്രം മറയ്ക്കുന്നത്? ആണുങ്ങൾ എന്നും ആണുങ്ങൾ തന്നെയാ. ഇനിയിപ്പൊ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും അവന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിന് അവൻ പ്രതികരിച്ചിരിക്കും. ഇവിടെ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. കുമാർ വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നീ സംസാരിച്ചത് കൈകൊണ്ടാ. ഈ സമൂഹത്തിൽ ഒരു പെണ്ണിന്റെ അടിയേറ്റ അയാൾ എങ്ങനെ ഇനി തല ഉയർത്തി നടക്കും? അത് നീ ആലോചിച്ചിട്ടുണ്ടോ? വാസ്തവത്തെ കഫറ്റേരിയ നിനക്കേറ്റ അപമാനം നീ തന്നെ വിലക്ക് വാങ്ങിക്കുമായിരുന്നു. അയാളെ നീ അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തു, പ്രൊവോക്ക് ചെയ്തു. ആൻഡ് ദി റിസൾട്ട് ബിക്കേം വേഴ്സ്. അയാൾ തെറ്റുകാരനല്ല, തുടങ്ങി വെച്ച നീ മാത്രമാണ് തെറ്റുകാരി. നിനക്കറിയാലോ, ഞാൻ ആരെയും വകവെക്കാത്ത ഒരു തന്റേടി പെണ്ണ. പക്ഷെ ഈ പ്രശ്നത്തില് ഞാൻ കുമാറിന്റെ സൈഡാ. നീയും അങ്ങനെ വേണമെന്ന എന്റെ ആഗ്രഹം. കാരണം ഒരു പെണ്ണിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നീ അടിയറ വെച്ച മനുഷ്യനായാണ്. നിന്റെ നാണവും നഗ്നതയും കണ്ട ഏക പുരുഷൻ. എനിക്കൊരു പക്ഷേ അതുപോയാല് മറ്റൊരു മനുവോ വിനുവോ വരും. ഞാൻ അവനെ സ്വീകരിക്കുകയും ചെയ്യും. നിനക്കതിന് കഴിയോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിയില്ലെങ്കിൽ നീ കുമാറിൽ നിന്ന് അകലരുത്. അത് ബുദ്ധിയല്ല കൃഷ്ണ. ബിക്കോസ് നിങ്ങളിപ്പോ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. There is a long way to go. A very very long journey. മനസാക്ഷിയോട് 101 വട്ടം ചോദിച്ചിട്ടേ നീ ഒരു തീരുമാനം എടുക്കാവൂ. That's all. കൃഷ്ണേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കുന്നത് എന്നെയാണോ? എന്താ ചോദിച്ചത്? മറ്റൊന്നുമല്ല, നമ്മൾ തമ്മിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞു. തന്റെ മനസ്സിൽ ഇപ്പോഴൊരു ഭർത്താവിന്റെ സ്ഥാനമാണ് എനിക്ക്. നാളെ പക്ഷേ തന്റെ കഴുത്തിൽ ഒരു താലിമാല ചാർത്താതെ ഞാൻ തന്നെ ഉപേക്ഷിച്ചാലോ? അങ്ങനെ സംഭവിക്കൂ? എന്നല്ല, സംഭവിച്ചാൽ താൻ മറ്റൊരാളെ വിവാഹം കഴിക്കുമായിരിക്കുമല്ലേ? നീ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. കുമാർ എന്താ വിചാരിക്കുന്നത്? കമ്പനിയിൽ ജോലി ചെയ്ത് എന്റെ ഹൃദയവും കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് പോലെ ആയെന്നാണോ? മനസ്സിലായില്ല. ആവശ്യം കഴിയുമ്പോ ഒരു ഹാർഡ് ഡിസ്കിലെ പ്രോഗ്രാം ഫയൽ ഡിലീറ്റ് ചെയ്ത് മറ്റൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോ മറ്റൊന്ന്. പഴകിയത് ഡിലീറ്റ് ചെയ്ത്
പുതിയത് പ്ലേസ് ചെയ്യുന്നത് സാധാരണ കാര്യം മാത്രം. അത് പക്ഷേ നമ്മുടെ മനസ്സിന് ചെയ്യാൻ പറ്റൂ? ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇന്നുള്ള പലർക്കും മായ്ക്കലും ചേർക്കലും ഒരു ഹോബിയാ. പക്ഷേ കൃഷ്ണവേണി അങ്ങനെയല്ല. എന്റെ ഹൃദയത്തിന്റെ ഹാർഡ് ഡിസ്കിൽ കുമാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. അത് ഡിലീറ്റ് ആവില്ല, വേറൊന്ന് പകരം ചേർക്കുകയില്ല. യു ആർ മൈ മാൻ, മൈ ഓൺലി മാൻ ഫോർ എവർ. താങ്ക്സ്. എനിക്കും അങ്ങനെ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് നിന്നോട് വഴക്ക് കൂടുന്നത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാ. കൃഷ്ണേ, നീ ഒരാളെ എനിക്കെന്റെ ജീവിതത്തിലുള്ളൂ. നീ എന്നോട് കാണിക്കുന്ന വിശ്വാസമാ എന്റെ ദൗർബല്യം. പക്ഷേ ആ ദൗർബല്യമാണ് എനിക്കിഷ്ടം. ലോക അവസാനം വരെ നീ മാത്രമാ എന്റെ പെണ്ണ്, നീ മാത്രം.